ഗൈസ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. വലിയ മഷ്റൂമാണെങ്കിൽ 4 പീസായി കട്ട് ചെയ്യണം. ചെറുതാണെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ: 2 വലിയ സവാള, 1 വലിയ തക്കാളി, 5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി എന്നിവ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുക. അതിനുശേഷം 1 വലിയ തക്കാളി എടുത്ത് 8 പീസായി കട്ട് ചെയ്യണം. അതിലേക്ക് 7-8 അണ്ടിപ്പരിപ്പ് എടുത്ത് നമ്മൾ മിക്സിയിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, തക്കോലം, ബേ ലീഫ് എന്നിവ ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഒന്ന് വഴണ്ട ശേഷം ഉള്ളി, തക്കാളി, ഒന്ന് മുറുക്കി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി എന്നിവ എല്ലാം ചേർത്ത് വഴറ്റുക. വാടിയ ശേഷം 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം 5-8 പനീർ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നന്നാക്കി വെച്ച മഷ്റൂം ചേർക്കാം. മഷ്റൂം ഇട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഈ പേസ്റ്റ് ചേർത്ത ശേഷം നന്നായി ഇളക്കി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്യാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.